ഹായ് ഗൈസ്, ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് ഓണപ്പരിപാടി കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ്. വല്യമ്മയുടെ വീട്ടിന് അവിടെ ഓണപ്പരിപാടിയാണ്. അങ്ങനെ അജുവിനോട് ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ അഭ്യാസങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ എന്തായാലും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അജു എന്നെ അവിടെ ആക്കിയിട്ട് കളിക്കാൻ പോകാന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ ചെന്നുടനെ ഞങ്ങൾക്കൊരു പായസം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഫിസ്സുമായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളുടെ കൂടെ ഇരിക്കുമായിരുന്നു. നേരത്തേനും പാട്ട് കേൾക്കുന്നുണ്ട് താഴത്തെ ഓണപ്പരിപാടിയുടെ. അങ്ങനെ അതിന് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ താഴോട്ടിറങ്ങി പോയിട്ടുണ്ടായിരുന്നു. 28 ഓണത്തോടനുബന്ധിച്ചുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് മാറ്റില്ല, അങ്ങനെ എന്തോ ഒരു ടാസ്ക് ആയിരുന്നു. കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. ഇതെല്ലാം പിന്നെ നമ്മുടെ പിള്ളേരാണ്. ഈ ഇരിക്കുന്ന പിന്നെ എൻ്റെ ചക്കനാണ്. അങ്ങനെ പിന്നെ നേരെ ഉറിയടിക്കൽ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന്മാരെ ഉറിയടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉന്തി വിടുവാണ്. ഇവന്മാർ ഉറിയടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനും അജും കൂടെ പറഞ്ഞു പോയി അടിക്കടാ എന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറിയടി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം പിന്നെ കൊച്ചു പിള്ളേരുടെ ഉറിയടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അവന്മാർക്ക് പിന്നെ വാശിയായിട്ടുണ്ടായിരുന്നു. അവന്മാർ ഉറിയടിക്കുമോ എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് പേരൊക്കെ കൊടുത്ത് പിന്നെ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറി അടിച്ചില്ലെങ്കിലും ഡാൻസ് കളിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണികളെ രസിപ്പിച്ചുകൊണ്ട് ഉറി അടിക്കുന്നവർക്ക് സമ്മാനം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉറി അടിച്ച് പൊട്ടിച്ചില്ലെങ്കിലും ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുത്തവൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവനായിരുന്നു നമ്മളെ നേരത്തെ വെല്ലുവിളിച്ചത്. അങ്ങനെ ഇവ ഇറങ്ങിയിട്ടുണ്ടായി. ഇറങ്ങിയപ്പോൾ തന്നെ ഇവൻ ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഞങ്ങളവിടെ നിന്ന് പറയുന്നുണ്ട് ഡാൻസ് കളിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉറി പൊട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു.